കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും കൃഷ്ണ ടെൻഷനിലെ പരിഭ്രമത്തിൽ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുവാണ്. അന്നേരം നവീൻ ചോദിക്കണേ, എടോ ഗാഥ, തനിക്ക് എന്തു പറ്റി? മമ്മിക്ക് വയ്യാണ്ടായപ്പോൾ തൻ്റെ റിലേ മൊത്തം പോയോ? തൻ്റെ മമ്മിക്ക് എന്താ പറ്റിയെന്ന്? അന്നേരം കൃഷ്ണ പറയണേ, അത് പിന്നെ മമ്മി സ്റ്റെപ്പിൽ നിന്നൊന്നും വീണതാ. ശരി, താണെന്നാണെങ്കിൽ എൻ്റെ കൂടെ വാ, അതിനുശേഷം ഇനി മരുന്ന് മേടിക്കാനൊക്കെ പോകാം. അങ്ങനെ പറഞ്ഞ കൃഷ്ണനെ ബലമായിട്ട് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുവാണ് കേട്ടോ നവീൻ. ഇതേ സമയം അവിടെ അകത്ത് സിതാരയുടെ റൂമിലാണെങ്കിൽ നിർമ്മലയും കീർത്തിയും ഉദയനും കൂടി രണ്ട് കഥയുണ്ടെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതൊക്കെ കേട്ടിട്ട് സുമിത്രക്കും സിതാരക്കൊക്കെ ദേഷ്യം വരുവാണ് കേട്ടോ. സുമിത്രേ, എന്തൊക്കെ ഇവർ പറഞ്ഞു കൂട്ടുന്നത്? അന്നേരം സുമിത്ര പറയണേ, എന്ത് ചെയ്യാനാ സിതാരയുടെ അസുഖവിവരം അന്വേഷിക്കാനൊന്നുമല്ല ഇവരെൻ്റെ കൂടെ ചാടി പുറപ്പെട്ടത്. ഈ പല്ലവി ആവർത്തിക്കാൻ വേണ്ടി തന്നെയാ. അല്ലെങ്കിൽ ഉദയന് പണ്ട് തൊട്ടുള്ളതാ രണ്ട് കഥയുണ്ടെന്ന് പറഞ്ഞ് നടക്കല്. അതിന് കൊട പിടിച്ചിപ്പോൾ അമ്മയും മോളും കൂടി ഇറങ്ങിയിരിക്കുമല്ലേ. എന്ത് ചെയ്യാനാ? കേട്ട് മടുത്തു. അന്നേരം നിർമ്മൽ പറയണേ, എൻ്റെ സുമിത്രേ, ഞങ്ങളവിടെ ഒരുത്തിനെ പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നില്ലേ? അവളെന്തിനാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ തള്ളിയിട്ട് അവിടെ നിന്ന് ഓടിക്കളഞ്ഞത്? അവൾക്കൊരു കള്ളത്തരവും മറച്ചു വെക്കാനില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവളെ പിടിച്ചു വെച്ചതിന് അവൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഈ സമയം ഉദയം പറയണേ, ദേ സുമിത്ര നോക്കിക്കോ, രണ്ട് കഥയും ഇവിടെ ഇപ്പോൾ ഈ സമയം ഇവിടെ തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ രണ്ടിനെയും കൈയോടെ പിടിച്ച് സുമിത്രയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അന്നേരം സുമിത്രക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അവളുമാർ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ പോയി അവളുമാരെ തപ്പിക്കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് ഉദയനും നിർമ്മലയും കീർത്തിയും കൂടി പുറത്തു പോയി അന്വേഷിക്കാൻ പോകുവാണ്. ഈ സമയം സിതാര സിനിയോട് പറയണേ, സിനി എന്നാ പുറത്തേക്ക് ചെല്ലുക എന്നും പറഞ്ഞ് ഗാഥയെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞു വിടുവാണ് കേട്ടോ. അങ്ങനെ സിനിയും അവിടെയെല്ലാം ഗാഥ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാതെ ഓരോ സ്ഥലത്തും അന്വേഷിച്ച് നടക്കുവാണ്. ഈ സമയം സുമിത്ര സിതാരയോട് പറയുന്നുണ്ട്, സിതാരെ, ഞാനിങ്ങോട്ട് അകത്തേക്ക് കയറിയപ്പോഴേ ഗാഥമോള് അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെവിടെ പോയി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അന്നേരം നവീനകത്തേക്ക് കയറി വന്നിട്ട് പറയണേ, അതെ, എങ്ങോട്ടും പോയിട്ടില്ല, ദേ ഇവിടെ എൻ്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ പറഞ്ഞ് കൃഷ്ണക്കൊപ്പം നവീൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ് കേട്ടോ. അതുകൊണ്ട് സിതാര ടെൻഷനാകുവാണ്. മാഡത്തിനിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഓക്കെയാണ് നവീൻ, കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബന്ധുക്കാരെയെല്ലാം ഇതുപോലെ അടുത്ത് ഒരുമിച്ച് കാണാൻ പറ്റുമല്ലോ. അന്നേരം സുമിത്ര പറയണേ, അതിനുവേണ്ടി എപ്പോഴും ഇതുപോലെ ഹോസ്പിറ്റലൊന്നും ആവണ്ട കേട്ടോ. എന്തുപറ്റി ഗാഥമോളെ? എന്താ മുഖത്തൊരു ടെൻഷൻ പോലെ? എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലമ്മേ. പിന്നെന്താ മോളുടെ മുഖത്തൊരു സന്തോഷമില്ലാതെ? മനസ്സിലായി, മമ്മി ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുന്നതിൽ ടെൻഷൻ ആവുമല്ലേ? പേടിക്കൊന്നും വേണ്ട മോളെ, സിതാരയ്ക്കിപ്പോൾ അധികം കുഴപ്പമൊന്നുമില്ലല്ലോ. അധികം വൈകാതെ തന്നെ മമ്മീനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. സിതാരെ നോക്കിക്കേ, ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ആ പഴയ ഞങ്ങൾക്ക് നവീനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഗാഥമോള് തന്നെയാണ്. ചില പ്രത്യേക സമയത്ത് ഇവൾ ഇതുപോലെയാകും, എല്ലാവർക്കും പ്രിയങ്കരിയായി മാറും അല്ലേ മോനെ? പിന്നല്ലാതെ ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യമൊക്കെ നല്ല കുട്ടിയെ കേൾക്കും, എന്നാൽ ചില സമയം അതൊന്നും കേട്ട ഭാവമേ കാണിക്കില്ല. അങ്ങനെ സിനി ഗാഥ അന്വേഷിച്ച് പോകുന്നതും ഗാഥനെ കണ്ടുമുട്ടുക. ഈ സമയം ഗാഥ നോക്കുമ്പോൾ നിർമ്മലയും ഉദയനും കീർത്തിയും കൂടി ആ ഗാഥേനെ അന്വേഷിച്ച് തന്നെ വേറെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ ഗാഥ പറയണേ, എന്താണെങ്കിലും 3 പേര് ഇപ്പോൾ മമ്മിയുടെ റൂമിൽ നിന്ന് പോയില്ലേ, ബാ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അന്നേരം സിനി പറയണേ, അയ്യോ അത് പറ്റില്ല ഗാഥ മാഡം, അവിടെ ഇപ്പോൾ നവീൻ്റെ ഇപ്പോൾ കൃഷ്ണ എത്തിയിട്ടുണ്ട്. മാഡോണെന്ന് തെറ്റിദ്ധരിച്ച നവീൻ കൃഷ്ണയെ കൂട്ടിക്കൊണ്ട് അവിടെ എത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി? അവൾ വന്നതേ ഈ ലക്ഷ്യം വെച്ച് തന്നെയാണ്. നവീൻ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. നവീൻ്റെ കൂടെ ഇരിച്ചേർന്ന് നിൽക്കാനുള്ള ഒരു നിമിഷം പോലും അവൾ പാഴാക്കില്ല. അവളെ അങ്ങനെ എൻ്റെ സ്ഥാനത്ത് അവിടെ നിൽക്കണ്ട. ഞാനിപ്പം തന്നെ അങ്ങോട്ട് പോകുക. അയ്യോ ഗൗത മാഡം, പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പം അങ്ങോട്ട് പോയാൽ പ്രശ്നമാകും. തകരാൻ പോകുന്നത് മാഡത്തിൻ്റെ ജീവിതം തന്നെയാണ്. തൽക്കാലം ഇപ്പം അങ്ങോട്ട് പോകണ്ട മാഡം. അത് പറയാൻ സിനി ചേച്ചിക്ക് എന്താ അവകാശം? ഞാൻ നിൽക്കേണ്ട സ്ഥലത്തെ അവൾ അങ്ങനെ നിൽക്കണ്ട. അതിൻ്റെ പേരിൽ എൻ്റെ ജീവിതം പോയാലും കുഴപ്പമില്ല. മാറങ്ങോട്ട്, എനിക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകണം. അങ്ങനെ പറഞ്ഞ് ഗാഥ നേരെ സിതാരയുടെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കുവാണ്. ഈ സമയം നേരെ ചെന്നപ്പെടുന്നത് നിർമ്മലയുടെ കീർത്തിയുടെ മുമ്പിലേക്ക് ആയിരിക്കോട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി അപ്പം തന്നെ ഗാഥയെ കൈയോടെ പിടികൂടുക. അത് ശരി, അപ്പം നീ രണ്ടാമത്തെ ഗാഥയാണല്ലേ? മറ്റവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, പക്ഷെ നിന്നെ ഞങ്ങളെ വിടില്ലടി. മോളെ മുറുക്കെ പിടിച്ചോ. ഈ സമയം ഉദയനും അങ്ങോട്ടേക്ക് വരുവാ. കിട്ടിയോ? പിന്നല്ലാതെ കിട്ടിയോ ഉദയേട്ടാ? അത് ശരി, ഒരു കഥ അവിടെ സിത്താരയുടെ കൂടെ അകത്ത്, മറ്റേ കഥ ഇവിടെ പുറത്ത്. എടി തീർന്നടി, നിന്റെ കള്ളക്കളി ഇന്നത്തോട് തീർന്ന്. നിർമ്മലെ, ഇവളെ വിടാതെ പിടിച്ചോ. ഇത്തവണ നീ വിട്ടുകളയല്ലേ. ഞാൻ പോയി സുമിത്രനെ നവീനൊക്കെ വിളിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ഉദയൻ അവിടെ നിന്നും ഓടിപ്പോകുവാണ്. ഈ സമയം ഗാഥയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണേ. മര്യാദക്ക് എന്നെ വിടാൻ, എന്നെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എടി നീ കൂടുതൽ ഒച്ച വയ്ക്കൊന്നും വേണ്ട. നിന്റെ നാടകക്കളിയൊക്കെ തീർന്നടി. ഇത്ര നാൾ നീ ഞങ്ങളെ പൊട്ടന്മാരാക്കിയതിനൊക്കെ കൂടി ഒരുമിച്ച് ഞങ്ങളങ്ങ് തന്നാലുണ്ടല്ലോ മോളെ, നീ അത് താങ്ങില്ല. അതുകൊണ്ട് അടങ്ങി നിൽക്കും. എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ. നിന്റെ 2 ഗാഥമാരോട് ചേർന്നുള്ള നാടകങ്ങളുണ്ടല്ലോ, അത് ഇന്നത്തോടുകൂടി തീർക്കട്ടെ.
ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് സംസാരിക്കാടി, ചില കണക്കുകളൊക്കെ തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ കീർത്തിയും നിർമ്മലയൊക്കെ. ഇതേസമയം ഉദയൻ അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ട് പറയണേ, ദേ സുമിത്രേ, നവീനെ ഓടിവാ, രണ്ടാമത്തെ കഥന് ഞങ്ങളവിടെ പിടികൂടി നിർത്തിയിട്ടുണ്ട്. ദേ ഇപ്പം നിൻ്റെ കൂടെ നിൽക്കുന്ന ഈ കഥയെ ശരിക്കൊന്ന് നോക്കി വെച്ചോ, അടുത്ത കഥയെ കാണുമ്പോഴേ നീ ഞെട്ടിത്തെറിച്ചു പോവും. അമ്മയും മോളും ഇവിടെ നിൽക്കട്ടെ, സുമിത്ര നവീനും എൻ്റെ കൂടെ വാ, ഇപ്പം തന്നെ പോയി അവളെ നമുക്ക് കാണാം. ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അതിനുശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. ഈ സമയം സിത്താര ചോദിക്കണേ, നവീൻ എന്താ ഇതൊക്കെ, ഇയാൾ എന്ത് ഭ്രാന്തൊക്കെയാണ് പറയുന്നത്? അന്നേരം നവീൻ പറയണേ, കുറേ നാളായി ഇങ്ങേർക്കിത് തുടങ്ങിയിട്ട് അമ്മാവനും അമ്മായിയും മോളും കൂടി ചേർന്ന് ഓരോ കഥകൾ അടിച്ചിറക്കി വിട്ടുകൊണ്ടിരിക്കുവാണല്ലോ. എന്താണെങ്കിലും ഇന്നത്തോടെ അതിൻ്റെ പേരിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്കൊക്കെ ഒരു അർദ്ധിവർത്തനം, ഇതിനെ ഇന്നത്തോടെ ഒരു സമാധാനം കണ്ടെത്തണം. മാഡം, ഞങ്ങൾ ഇവരുടെ ഒപ്പം ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് സുമിത്ര നവീനും കൂടി ഉദയൻ്റെ ഒപ്പം അവിടെ നിന്ന് പോകുവാണ്. ഇതാണ് ടെൻഷനിൽ നിൽക്കുവാണ്ടോ സിത്താര. മോളെ ഇനി എന്തു ചെയ്യും? ഗാഥയെങ്ങാനും ഒരു കൈയോടെ പിടികൂടി കഴിഞ്ഞാൽ അതോടെ എല്ലാം തീർന്നു. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എനിക്കും എന്ത് ചെയ്യണമെന്നറിയില്ല മാഡം. മോളെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഞാനൊന്ന് നോക്കട്ടെ മാഡം എന്ന് പറഞ്ഞ് കൃഷ്ണയെ പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ഉദയൻ്റെ ഒപ്പം നവീനും സുമിത്രയും വരുന്നത് ദൂരെ നിന്ന് തന്നെ ഗാഥ കാണുവാണ് കേട്ടോ. അത് കാണുന്നതും ഗാഥ ആകെ വയലൻ്റ് ആകുക. മറ്റേതൊക്കെ വിടാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് നിർമ്മലയിലും കീർത്തിനും തള്ളി മാറ്റുവാണ്. എന്നിട്ട് നിർമ്മലയുടെ തലയുണ്ടല്ലോ അത് ഭിത്തിയിലേക്ക് ഇടിപ്പിക്കുവാണ്. എന്നിട്ട് നിർമ്മലക്ക് ഒറ്റൊന്നും നടുപൊടിച്ചിട്ടിട്ട് കീർത്തിക്കും കണക്കിന് കൊടുത്ത് ഗാഥ അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം ഉദയൻ രണ്ടുപേരെയും കൂട്ടി അവിടെ എത്തുമ്പോഴേക്കും ഗാഥ ഉണ്ടാവില്ല. അയ്യോ നിർമ്മല എന്തു പറ്റി? അവളിവിടെ? ഉദയേട്ടാ, അവൾ എന്നെ നടു പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അയ്യോ എടാ മോനെ നവീനെ, അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അവളെ ഇപ്പം ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ പോയി കണ്ടെത്തിയിട്ട് വരാം. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ ആയല്ലോ തുടങ്ങിയിട്ട്. എല്ലാ പ്രാവശ്യവും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ? അന്നേരം സുമിത്രയോട് നിർമ്മല പറയണേ, സുമിത്ര അവളെ ഞങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ എത്തിച്ചിരിക്കും. എൻ്റെ നടു ഓടിച്ചിട്ട് ആശം പിടിച്ചോളൂ പോയിരിക്കുന്നത്. അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. വാവുതേട്ടാ, നമുക്ക് അവളെ പോയി പിടിക്കാം. അങ്ങനെ പറഞ്ഞ് അവർ മൂന്നുപേരും കൂടി വീണ്ടും ഗാഥയെ അന്വേഷിച്ച് നടക്കുവാണ്. ഈ സമയം ഗാഥയാണെങ്കിൽ അതുവഴി പോയി അവിടെയുള്ള ഒരു നഴ്സിംഗ് റൂമുണ്ട്, അതിനുള്ളിൽ കയറിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ സിനിയും ആ ഒരു റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയത്തായിരിക്കും കൃഷ്ണയും ഗാഥനെ അന്വേഷിച്ച് അതുവഴി വരുന്നത്. അങ്ങനെ സിനി പറയണേ, ഗാഥ മേഡം ഈ റൂമിൻ്റെ അകത്തുള്ളത്. അന്നേരം കൃഷ്ണ പറയണേ, അല്ല നവീനും അമ്മയും എന്താണെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞു. അവരെന്നെ ഈ ഡ്രസ്സിലാണ് കണ്ടത്. അതുകൊണ്ട് ഗാഥയോട് ഡ്രസ്സ് മാറാൻ പറയണം. ഈ ഡ്രസ്സിട്ട് ഗാഥ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നില്ല. എന്നാൽ കൃഷ്ണ അകത്തേക്ക് വാ. അങ്ങനെ കൃഷ്ണയും ആ റൂമിൻ്റെ അകത്തേക്ക് കയറുക. കൃഷ്ണയെ കാണുന്നതും ഗാഥ പൊട്ടിത്തെറിക്കണേ. ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, ഗാഥ ഇപ്പം നമ്മൾ തർക്കിക്കേണ്ട സമയമല്ല. എല്ലാവരും പുറത്തുണ്ട്. നമ്മൾ രണ്ടുപേരും കൈയോട് പിടികൂടി കഴിഞ്ഞാൽ അതോട് തീർന്നു നമ്മുടെ എല്ലാ നാടകങ്ങളും. അതുകൊണ്ട് ഗാഥ ഒരു കാര്യം ചെയ്യ്, ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സിട്. നവീനും അമ്മയൊക്കെ എന്നെ ഈ ഡ്രസ്സിലാണ് കണ്ടത്. അപ്പോൾ ഡ്രസ്സ് മാറി കണ്ടു കഴിഞ്ഞാൽ അവർ സംശയിക്കും. അതുകൊണ്ട് ഗാഥ ഈ ഡ്രസ്സിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലും. അന്നേരം ഗാഥ പറയണേ, എന്താ നീ പറഞ്ഞത്? നീ ഇട്ട ഈ വേർപ്പ് നാറ്റുള്ള ഡ്രസ്സ് ഞാൻ ഇടാനോ? സമ്മതിക്കില്ല, ഞാൻ ഒരിക്കലും ഞാൻ ഇത് ചെയ്യില്ല. ഗാഥ, ഞാൻ ഗാഥയ്ക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. ഗാഥയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടി എല്ലാവരുടെ മുമ്പിലേക്ക് ചെല്ലാം. അവർ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കട്ടെ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഗാഥയും ഞാനും കൂടി ഉത്തരം പറയാം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതേക്കുന്നതും ഗാഥയ്ക്ക് അങ്ങ് ദേഷ്യം വരണേ. ഓ ശരി, എന്താണെന്ന് വെച്ച് ചെയ്യാം. അല്ലെങ്കിലും കുറച്ച് നാളായിട്ട് നീ പറയുന്നതൊക്കെ എനിക്കും അമ്മയ്ക്കും അനുസരിക്കേണ്ടി വരുവാണല്ലോ. ഇതിനൊക്കെ കൂടിയുള്ളത് ഞാൻ നിനക്ക് തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഗാഥയും കൃഷ്ണയും കൂടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാണ്. അതിനുശേഷം സിനിക്കൊപ്പം ഗാഥ കൃഷ്ണയുടെ വേഷത്തിൽ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോകുവാണ് കേട്ടോ. ഈ സമയം കീർത്തി കാഴ്ച കാണുന്നുണ്ട്. അങ്ങനെ കീർത്തി വാതിലിൻ്റെ ഗ്യാപ്പിലൂടെ അകത്തേക്ക് നോക്കുമ്പോഴേക്കും അവിടെ ഗാഥയിട്ടിരുന്ന ഡ്രസ്സിട്ട് നിൽക്കുന്ന കൃഷ്ണനെയും കാണുവാണ്. അത് ശരി, അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ പുറത്തേക്ക് പോയി, അടുത്തത് ഇവിടെ അകത്ത് തന്നെ ഉണ്ടല്ലേ. ഈ സമയം കീർത്തി ഉടനെ തന്നെ ഫോണിൽ ഉദയനെ വിളിക്കുവാം. അച്ഛാ, ദേ ഒരു ഗാഥയുണ്ടല്ലോ നേഴ്സിംഗ് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ. അടുത്ത ഗാഥ ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാനതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ആണോ മോളെ, വിട്ടുകളയല്ലേ, ഞങ്ങളിതാ ഇപ്പം അങ്ങോട്ടേക്ക് എത്താം. അങ്ങനെ പറഞ്ഞ് നവീനെ സുമിത്രേനെയും കൂട്ടി നിർമ്മല ഉദയനും കൂടി ആ നേഴ്സിംഗ് റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഇതേ സമയം ഗാഥ സിനിക്കൊപ്പം സിത്താരയുടെ അരികിലെത്തുവാണ് കേട്ടോ. അന്നേരം സിത്താരയോട് പറയണേ, അതെ സിത്താര മാഡം, കൃഷ്ണയുടെ ഡ്രസ്സിട്ടിപ്പോൾ ഗാഥ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. ഗാഥ മാഡത്തിൻ്റെ ഡ്രസ്സിട്ട് കൃഷ്ണ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഈ സമയം നവീനും സുമിത്രയും അതുപോലെ നിർമ്മല കീർത്തി ഉദയനും ഒക്കെ ആ നേഴ്സിംഗ് റൂമിൻ്റെ പുറത്ത് ഗാഥ പുറത്തിറങ്ങുന്നതും ഗാഥ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇത് സമയം ഒരു നേഴ്സിൻ്റെ വേഷത്തിൽ കൃഷ്ണ മാസ്ക് ഒക്കെ വെച്ച് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് നേരമായിട്ടും ആരെയോ കാണാതാവുമ്പോൾ നവീന് ദേഷ്യം വരുക. എവിടെ ഗാഥ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ?
വെറുതെ സമയം കളയാൻ നിൽക്കല്ലേ. അമ്മേ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നിക്ക് എന്താണെങ്കിലും ഇത്ര നേരം ഇവിടെ വന്ന് നിന്നേയല്ലേ. അവളെന്താണെങ്കിലും പുറത്തേക്ക് പോകാൻ ഒരു സാധ്യതയില്ല. ഈ വഴി കൂടി മാത്രമല്ലേ പുറത്തു പോകാൻ പറ്റൂ. നവീനകത്തേക്ക് വാ. അങ്ങനെ അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ആരുമില്ല കേട്ടോ. നഴ്സുമാർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു റൂം മാത്രമായിരുന്നു അത്. അങ്ങനെ നവീനും സുമിത്രയും കൂടി മൂന്നെണ്ണത്തിനോട് പൊട്ടിത്തെറിച്ച് അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുവാണ്. ഈ സമയം കീർത്തി പറയണേ, എന്നാലും അവളത് ഇവിടെ പോയി ആവിയായി പോയോ? അന്നേരം നിർമ്മല ചോദിക്കണേ, അല്ല മോളെ, നമ്മളവിടെ പുറത്തു നിന്നപ്പോൾ നേഴ്സിൻ്റെ വേഷത്തിലൊടുത്തി പോയില്ലേ, ഇനി അവളെങ്ങാനും വേഷം മാറി പോയതായിരിക്കുമോ? ഇതേസമയം കൃഷ്ണയാണെങ്കിൽ നേഴ്സിൻ്റെ വേഷത്തിൽ വേഗം തന്നെ തങ്കത്തിൻ്റെയും മോളിക്കുട്ടിയുടെ അരികിലെത്തുവാം. അതെ, ഇനി ഇവിടെ അധികം നേരം നിൽക്കട്ട, നമുക്ക് ഇത്രയും പെട്ടെന്ന് പോകാം. ഈ ഡ്രസ്സിട്ട് എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല, വേഗം വാ. അങ്ങനെ പറഞ്ഞ് അവരെയും കുട്ടി കൃഷ്ണ അവിടെ നിന്നും പുറത്തു പോകുവാണ്. പിന്നീട് നവീനും സുമിത്രയൊക്കെ സിതാരയുടെ റൂമിലേക്ക് തിരിച്ചെത്തുക. അന്നേരം സിതാര ചോദിക്കുന്നുണ്ട്, എന്തായി, അവരുടെ സംശയമൊക്കെ മാറിയോ? അതങ്ങനെയൊന്നും മാറില്ലല്ലോ മാഡം, അവരിങ്ങനെ ഓരോ ദിവസവും ഇതുപോലെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ കേട്ട് മടുത്തു. ഈ സമയത്തായിരിക്കട്ടോ അവർ മൂന്നുപേരും കൂടി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. എൻ്റെ നവീമോനെ, നമ്മളെയൊക്കെ പറ്റിച്ചതാ. നേഴ്സിൻ്റെ വേഷത്തിൽ അവൾ കടന്നു കളഞ്ഞു, നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി നിങ്ങൾ മൂന്നുപേരും ഇവിടെ നിന്ന് പോയത്, മര്യാദയ്ക്ക് ഇപ്പം ഇവിടെ പൊക്കോണം. എൻ്റെ മോനെ, ഞങ്ങൾ സത്യം തെളിയിക്കാടാ നിന്നെ. നിങ്ങളിനി ഒന്നും തെളിയിക്കാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നോ അതോ ഞാൻ അടിച്ചിറക്കി വിടണോ? മൂന്നെണ്ണം ഇപ്പോൾ പോകണം. അങ്ങനെ പറഞ്ഞ മൂന്നെണ്ണത്തിനും ആട്ടി വിടുവാണ് കേട്ടോ നവീൻ. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്